പത്തനംതിട്ട പയ്യനാമണ്ണിലെ പാറമടയിൽ തൊഴിലാളിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. എക്സ്കവേറ്റർ ഉപയോഗിച്ച് പാറക്കല്ലുകൾ നീക്കം ചെയ്യുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങൾ നൽകും. പ്രവീൺ, ഒരു തവണ ഈ രക്ഷാപ്രവർത്തനം തുടങ്ങി, പക്ഷേ പാറക്കല്ലുകൾ ഉരുണ്ടു വീണു വന്നതിനാൽ അത് നിർത്തിവെക്കുന്ന സാഹചര്യമായിരുന്നു. ഇപ്പോൾ രാത്രിയിൽ ഈ രക്ഷാദൗത്യം എങ്ങനെയാണ് നടത്തുന്നത്? സ്മൃതി, രാത്രിയിലും രക്ഷാദൗത്യം തുടരുകയാണ്. കൂറ്റൻ എക്സ്കവേറ്റർ എത്തിച്ചുകൊണ്ട് അവിടെ അപകടത്തിൽപ്പെട്ട എക്സ്കവേറ്ററിന്റെ ഭാഗത്ത് കിടക്കുന്ന മണ്ണും പാറക്കല്ലുകളും ഒക്കെ ഇപ്പോൾ മാറ്റുകയാണ്. ഫയർഫോഴ്സ് ടീം അംഗങ്ങളും NDRF ടീം അംഗങ്ങളും സർവ്വസജ്ജരായി മുകളിൽ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട എക്സ്കവേറ്ററിന് സമീപത്തെ പാറക്കല്ലുകൾ പൂർണ്ണമായും മാറ്റിയതിനു ശേഷം രക്ഷാദൗത്യത്തിൽ ഉൾപ്പെട്ട സംഘാംഗങ്ങൾ ആ ഭാഗത്തേക്ക് ഇറങ്ങിച്ചെല്ലും. അതിനുശേഷമായിരിക്കും അതിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അവർ പറയുന്നത് ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള അജയ് റായ് എന്ന ആൾ അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ പക്ഷേ പൂർണ്ണമായിട്ടും അത് വിജയിപ്പിക്കാൻ സാധിച്ചില്ല. അതിനെ തുടർന്നാണ് വലിയ എസ്കലേറ്റർ ഇപ്പോൾ എത്തിച്ച് വീണ്ടും രക്ഷാദൗത്യം പുനരാരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ആ ഭാഗത്തെ പാറക്കല്ലുകൾ പൂർണ്ണമായും മാറ്റുന്നുണ്ട്. അതിനുശേഷമായിരിക്കും NDRFന്റെയും ഒപ്പം ഫയർഫോഴ്സ് യൂണിറ്റിന്റെയും അംഗങ്ങൾ അവിടേക്ക് ഇറങ്ങിച്ചെന്ന് അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തേക്കെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുക. ഏതായാലും രാത്രി ഈ സമയമായിട്ട് പോലും ഇപ്പോഴും രക്ഷാദൗത്യം തുടരുകയാണ്. ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ ഉൾപ്പെടെ ആളുകൾ, ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഈ രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. സ്മൃതി, ഈ കരുനാഗപ്പള്ളിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും വലിയ ക്രെയിനുകൾ എത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ NDRFന്റെ ഫയർഫോഴ്സ് ദൗത്യ സംഘത്തിലെ 4 പേർ ഹിറ്റാച്ചിക്ക് അടുത്ത് എത്തി, JCBക്ക് അടുത്ത് എത്തിയെങ്കിലും പാറകൾ മൂടിക്കിടക്കുന്നതിനാൽ ഓപ്പറേറ്ററെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു പ്രശ്നമാണ് നിന്നിരുന്നത്. ഇപ്പോൾ ആ ചെറിയ വെളിച്ചത്തിൽ എന്താണ് പ്രവീണിന് കാണാനാകുന്നത്? അവിടെ നിന്നും പാറക്കല്ലുകൾ നീക്കം ചെയ്യുന്നുണ്ട്. അതേസമയം ഈ ദൗത്യ സംഘത്തിന് എത്രത്തോളം ഇതിനടുത്തേക്ക് പോകാൻ പറ്റുന്നുണ്ട്? സ്മൃതി, ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് ഇന്നലെ ഇതേ സമയം ഈ രക്ഷാപ്രവർത്തനം നടത്തിയ സമയത്ത് വലിയ പാറക്കല്ലുകൾ കൂട്ടത്തോടെ താഴേക്ക് ഇടിഞ്ഞു വീണിരുന്നു. ആ സമയം ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ ഉൾപ്പെടെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഓടി മാറിയത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ രക്ഷാദൗത്യം പുനരാരംഭിച്ചിരിക്കുന്നത്. ഫയർഫോഴ്സ് സേനാംഗങ്ങൾ പറയുന്നത് ഒരു അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവർ ജീവൻ പണയം വെച്ചാണെങ്കിലും ഈ ഒരു രക്ഷാദൗത്യം ഇപ്പോൾ നടത്തുന്നതെന്നാണ്. ഇന്ന് രാവിലെ 7:30 ഈ ദൗത്യം ആരംഭിച്ചിരുന്നു. പക്ഷേ എക്സ്ലേറ്റർ അവിടെയുള്ള പാറക്കല്ലുകൾ പൂർണ്ണമായും മാനുവലായി നീക്കം ചെയ്യാൻ ഈ സേനാംഗങ്ങൾക്ക് കഴിഞ്ഞില്ല. കാരണം 50 ടണ്ണോളം കല്ലുകളാണ് ഈ അവിടുത്തെ ആ എസ്കലേറ്ററിന് സമീപത്ത് കിടക്കുന്നത്. അത് കേവലം 4 ആളുകൾ അല്ലെങ്കിൽ സേനാംഗങ്ങൾ ഇറങ്ങി അവർക്ക് കൈകൊണ്ട് മാത്രം അത് മാറ്റാൻ കഴിയില്ല. പിന്നീടാണ് വലിയ യന്ത്രം എത്തിക്കുന്നതിനെ കുറിച്ചൊരു ആലോചന വന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും ഈ എസ്കലേറ്റർ, വലിയ എസ്കലേറ്റർ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. അത് 2ാമത്തെ നിരയിൽ നിർത്തിയതിനു ശേഷം താഴേക്ക് അത് പ്രവർത്തിപ്പിച്ച് ഇപ്പോൾ താഴെ കിടക്കുന്ന എക്സ്ലേറ്ററിന്റെ ആ ഭാഗത്തെ പാറക്കല്ലുകൾ പൂർണ്ണമായി മാറ്റുന്നുണ്ട്. ഈ റോപ്പ് ഉപയോഗിച്ചിട്ടാണോ ഈ ബുൾഡോസർ താഴേക്ക് മാറ്റിയിരിക്കുന്നത്? എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം, എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്? നമുക്കിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ പൂർണ്ണമായും വ്യക്തതയില്ലാത്തതുകൊണ്ടാണ്. സ്മൃതി, ഈ ഒരു എക്സ്ലേറ്ററിന്റെ, അതായത് ഇപ്പോൾ വൈകിട്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ച എക്സ്ലേറ്ററിന്റെ അതിന്റെ ഓപ്പറേറ്റർ ഇരിക്കുന്ന ഭാഗം 2ാം ലെയറിൽ വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മുൻവശത്തെ ഭാഗമാണ് ഇപ്പോൾ താഴെ കിടക്കുന്ന എക്സ്ലേറ്ററിന്റെ ആ ഭാഗത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ മുകളിൽ നിന്ന് ഇപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്ത് താഴെയുള്ള ആ പാറക്കല്ലുകൾ പൂർണ്ണമായും മാറ്റാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. ആ ഭാഗത്തെ പാറക്കല്ലുകൾ ഇനിയും മാറ്റിയെങ്കിൽ മാത്രമേ ആ എക്സ്ലേറ്ററിന് ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. ഇനിയിപ്പോൾ NDRFന്റെയും അഗ്നിരക്ഷാ സേനാംഗങ്ങളും റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് അവിടേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം ആ ഭാഗത്തെ പാറക്കല്ലുകൾ പൂർണ്ണമായി നീക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ അജയരാജ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അത് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയൊരു ശ്രമത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഏതായാലും ഇപ്പോൾ എത്തിച്ചിട്ടുള്ള വലിയ എക്സ്കലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് പാറക്കല്ലുകൾ പൂർണ്ണമായും മാറ്റുകയാണ്. അതിനും ഏറെ സമയം കൂടി അത് മാറ്റേണ്ടി വരും. കാരണം 50 ടണ്ണോളം പാറകളാണ് ആ ഭാഗത്ത് കിടക്കുന്നത്. അതേസമയം തന്നെ ഏത് നിമിഷവും മുകളിൽ നിന്നും താഴേക്ക് ഈ പാറക്കല്ലുകൾ ഇടിഞ്ഞു വീഴാം എന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ അപകടാവസ്ഥയിൽ ഉള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഏതായാലും ഇപ്പോൾ എക്സലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് പാറക്കല്ലുകൾ ഓരോന്നായി നീക്കം ചെയ്യുന്നുണ്ട്. ഇനിയും അല്പസമയത്തിനകം റോപ്പിൽ കൂടി സേനാംഗങ്ങൾക്ക് അവിടേക്ക് ഇറങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ പറഞ്ഞത് ഈ അപകടത്തിൽപ്പെട്ട എക്സലേറ്റർ ഉയർത്തുക എന്നുള്ളത് വലിയ റിസ്ക് ആയിരിക്കും, അസാധ്യമായിരിക്കും. കാരണം 50 ടണ്ണോളം ഭാരമുള്ള പാറക്കല്ലുകൾക്കിടയിൽ നിന്ന് അതിനെ പൊക്കിയെടുത്ത് ഇപ്പോൾ ഈ NDRF ടീം അംഗങ്ങളും
അഗ്നിരക്ഷാ സേനാംഗങ്ങൾ നിൽക്കുന്ന മുകളിലത്തെ ലെയറിലേക്ക് അത് വലിച്ചു കയറ്റുക എന്നുള്ളത് ശ്രമകരമായിരിക്കും. അതിന് പകരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇപ്പോൾ കൊണ്ടുവന്ന എക്സലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് താഴെ അപകടത്തിൽപ്പെട്ട എക്സലേറ്ററിനെ താഴെ തള്ളിയിടുക എന്നുള്ളതായിരിക്കും. അത് ഒരു പക്ഷേ പൂർണ്ണമായും അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ അത് നിരീക്ഷിച്ച ശേഷം അതിലൊരു വ്യക്തത വരുത്തിയ ശേഷം മാത്രമായിരിക്കും ആ എക്സലേറ്റർ താഴേക്ക് മറിച്ചിടുക. അതിനു മുമ്പ് തന്നെ ഏതായാലും സേനാംഗങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കാലാവസ്ഥയും അനുകൂലമാണ്, മഴ പെയ്യുന്ന ഒരു സാഹചര്യമില്ല. പക്ഷേ ഇന്നലെ ശക്തമായിട്ടുള്ള കാറ്റ് ഈ മേഖലയിൽ വീശിയടിച്ചിരുന്നു. ആ സമയത്താണ് മുകളിൽ നിന്നും പാറക്കല്ലുകൾ കൂട്ടത്തോടെ താഴേക്ക് വീണത്. അഗ്നിരക്ഷാ സേനാംഗങ്ങൾ അവിടെ ഒരു മൃതശരീരം കണ്ടെടുത്ത് അത് ആംബുലൻസിലേക്ക് മാറ്റിയതിനു ശേഷം നിമിഷങ്ങൾക്കകമായിരുന്നു ആ ഭാഗത്തേക്ക് കൂറ്റൻ പാറക്കല്ലുകൾ ഇടിഞ്ഞു വീണത്. ശരി, അജയ് റായ് എന്ന തൊഴിലാളിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പാറക്കഷ്ണങ്ങൾക്കിടയിൽ നിന്നും മഹാദേവ പ്രധാൻ എന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹം പുറത്തെടുത്തിരുന്നു. ഈ ഒരു തരത്തിലുള്ള നിയമങ്ങളും പാലിക്കാതെയുള്ള ക്വാറികൾ എന്ന രീതിയിൽ തന്നെ അവിടെ ഒരുപാട് ക്വാറികൾ പ്രവർത്തിക്കുന്നു എന്ന ആരോപണങ്ങൾ ശക്തമായുണ്ട്. പലതും അപകടകരമായ അവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള പരാതികൾ ഇതിനകത്ത് കുറച്ചുകൂടി ശക്തമായി ഇപ്പോൾ ഈ അപകടത്തിന് ശേഷം ഉയർന്നു വരുന്നുണ്ട്. ഈ കോന്നി പഞ്ചായത്തിൽ മാത്രം 8ഓളം ക്വാറികൾ പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരമാണിപ്പോൾ. ഈ ക്വാറിയിൽ രക്ഷാപ്രവർത്തനത്തിനിടയിൽ തന്നെ പാറക്കഷ്ണങ്ങൾ ഉരുണ്ട് താഴേക്ക് വരുന്നത് കാണാമായിരുന്നു. ആശങ്കപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. അങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ഇടയ്ക്ക് വെച്ച് നിർത്തിവെച്ചത്. ഇപ്പോൾ വലിയ ക്രെയിനുകൾ കൊണ്ടുവന്ന ശേഷം ഈ പാറക്കല്ലുകൾ നീക്കുന്ന നടപടിയിലേക്കാണ് കടന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അജയ് റായ് എന്ന തൊഴിലാളിയെ പുറത്തെത്തിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്രെയിനുകൾ എത്തിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. അതുവരെ ഇപ്പോൾ ജില്ലയിലെ മറ്റു ക്വാറികളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രവീൺ പുരുഷോത്തമൻ, ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ് എന്നതും ഒരു ഭാഗ്യമായിരിക്കുകയാണ്. അതല്ല എങ്കിൽ മഴയൊക്കെ തുടങ്ങിയാൽ ഈ രക്ഷാപ്രവർത്തനം വീണ്ടും ബുദ്ധിമുട്ടിലാകില്ലേ? അതേ സ്മൃതി, ഇപ്പോൾ മഴ ഏതായാലും ഇല്ല. നേരത്തെ നാം ജില്ലാ കളക്ടറോട് സംസാരിച്ചിരുന്നു. കളക്ടർ പറഞ്ഞത് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് എത്തിച്ചിരിക്കുന്ന എക്സലേറ്റർ അത് ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ പാറക്കല്ലുകൾ പൂർണ്ണമായും മാറ്റുക, അതാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും NDRFന്റെയും പ്രത്യേക പരിശീലനം ലഭിച്ച അഗ്നിരക്ഷാ സേനാംഗങ്ങളും ഈ താഴെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന എക്സലേറ്ററിന്റെ സമീപത്തേക്ക് റോപ്പിൽ കൂടി ഇറങ്ങുക. ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്, മഴയില്ല, പക്ഷേ ചെറിയ തോതിൽ കാറ്റ് വീശുന്നുണ്ട്. ഇന്നലെ ഈ ഭാഗത്ത് ചെറിയൊരു ക്രെയിൻ എത്തിച്ചുകൊണ്ടാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത്. അപ്പോൾ ഒരു ചെറിയ പ്രകമ്പനം പോലും കൂടുതൽ പാറക്കല്ലുകൾ മുകളിൽ നിന്ന് ഇടിഞ്ഞു വീഴുന്നതിന് കാരണമാകും. പക്ഷേ ഇന്നിപ്പോൾ ഇത്രയും വൈകിയിരിക്കുന്നു. ഇന്ന് രാവിലെ 7:30 തുടങ്ങിയ രക്ഷാദൗത്യം മണിക്കൂറുകൾക്കകം തന്നെ നിർത്തിവെക്കേണ്ടി വന്നു. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്രയും പാറക്കല്ലുകൾ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് മനുഷ്യസാധ്യമായിട്ടുള്ള കാര്യമല്ല. അതിന് കൂടുതൽ പവറുള്ള യന്ത്രങ്ങൾ തന്നെ വേണ്ടി വരുമായിരുന്നു. അങ്ങനെയാണ് ജില്ലാ ഭരണകൂടമൊക്കെ ഇടപെട്ട് കൂടുതൽ ശേഷിയുള്ള ഉപകരണങ്ങൾ ഇങ്ങോട്ട് എത്തിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ അത് വൈകിപ്പോയി. ഇപ്പോൾ തന്നെ 26 മണിക്കൂറിലധികം പിന്നിട്ടിരിക്കുന്നു ഈ ഒരു അപകടം സംഭവിച്ചിട്ട്. ഒരു മൃതദേഹം ഇന്നലെ തന്നെ കണ്ടെടുക്കാൻ സാധിച്ചു. പക്ഷേ രണ്ടാമതൊരാൾ അതിനുള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു. ആ എക്സലേറ്ററിന്റെ ഓപ്പറേറ്ററാണ് അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. ആ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളിയുടെ ബന്ധുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഈ രക്ഷാപ്രവർത്തകരുമായി സംസാരിച്ചിരുന്നു. രക്ഷാപ്രവർത്തകർ ആ സമയവും പറഞ്ഞത് ഈ വലിയ എക്സലേറ്റർ എത്തിയെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നുള്ളതായിരുന്നു. അതായത് രാവിലെ 7:30 തുടങ്ങിയ രക്ഷാദൗത്യം മണിക്കൂറുകൾക്കകം നിർത്തിവെക്കേണ്ടി വരുന്നു. പിന്നീട് ഈ സംഭവ സ്ഥലത്ത് NDRF ടീം അംഗങ്ങളും ഒപ്പം തന്നെ അഗ്നിരക്ഷാ സേനാംഗങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ വലിയ യന്ത്രം എത്തിച്ചെങ്കിൽ മാത്രമേ രക്ഷാദൗത്യം തുടരാൻ യന്ത്രങ്ങൾ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു, തിരച്ചിൽ തുടങ്ങിയിരിക്കുന്നു. വളരെ വേഗം തന്നെ തൊഴിലാളിയെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.